ജൂൺ 13 ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അവസാനിച്ചിട്ട് ആ വെടിനിർത്തൽ സംഭവം നടന്നിട്ട് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ മൂന്ന് കൂട്ടരും, അതായത് ഇസ്രായേലും ഇറാനും അമേരിക്കയും ജയം അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിജയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. നമുക്കറിയാം, വളരെ അത്യുഗ്രമായ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ പോകാവുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം വളരെ പെട്ടെന്ന് അവസാനിക്കുകയും അതോടൊപ്പം തന്നെ തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരുന്നു അത് സാധിക്കുകയും ചെയ്തതെന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം അവസാനിക്കാൻ കാരണമായത്? മറ്റ് രാജ്യങ്ങളുടെ അവരുടെ അതിലുള്ള താല്പര്യം, ഇൻഫ്ലുവൻസ് എന്തൊക്കെയായിരുന്നു? ഇസ്രായേലിൻ്റെ റൈസിംഗ് ലയണിൽ മൊസാദിൻ്റെ പ്രവർത്തനം എത്രത്തോളം സഹായകരമായി എന്ന് പരിശോധിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ നിലപാട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നിലപാടിലേക്ക് ഞാൻ ലിയോപോൾ, എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോൺ. കഴിഞ്ഞ 12 ദിവസത്തോളം നീണ്ടുനിന്ന ഒരു യുദ്ധ അന്തരീക്ഷത്തിൻ്റെ ഒരു ഹാങ് ഓവറിലാണെന്ന് പറയാം ലോകം മുഴുവൻ. ഇപ്പോഴും ആ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പഴയ ഖമേനി പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓപ്പറേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ അമേരിക്ക തന്നെ അവരുടെ ഫോർദോയിലൊക്കെ നടത്തിയ, ഇസ്ഫഹാനിലും ഫോർദോയിലും അതോടൊപ്പം തന്നെ നത്താൻസിൽ നടത്തിയ ആക്രമണത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട് 15 വർഷത്തോളം അവർ ഒരുങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്ന വാർത്ത പോലും പുറത്തു വരുന്നു. അപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ പലരും, ഇപ്പോൾ ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും ഇറാനായാലും അവർക്ക് നേട്ടമുണ്ടായതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇറാന് ഒരുപാട് നഷ്ടം, പ്രത്യേകിച്ച് അവരുടെ ആണവ കേന്ദ്രങ്ങൾ, ആണവ പദ്ധതിക്ക് തന്നെ നഷ്ടമുണ്ടായതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അമേരിക്ക അവകാശപ്പെടുന്നു ഇറാനുമായിട്ടുള്ളൊരു ആണവ പദ്ധതി ഇനി പുതിയൊരു കരാറിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന്. കാരണം അവരുടെ ആണവ നിരായുധീകരണം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. അമേരിക്ക അങ്ങനെ പറയുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചും വിപരീതമല്ല. ഇസ്രായേലും ഇനി വീണ്ടും ഒരു ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ കടന്നു കഴിഞ്ഞാൽ വീണ്ടും ആക്രമണം നടത്തും, അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാൽ വീണ്ടും ഇറാനിലേക്ക് നേരിട്ടുള്ള ഒരു ആക്രമണം നടത്തുമെന്നുള്ളൊരു ആഹ്വാനമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ പൂർണ്ണ മനസ്സോടെ അല്ല ഒരു വെടിനിർത്തലിലേക്ക് പോയി എന്നത് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമേനി അദ്ദേഹത്തെ ലക്ഷ്യമിട്ട്, കാരണം ഒരുപാട് സയൻറ്റിസ്റ്റുകൾ, ആണവ സയൻറ്റിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ സൈനിക മേധാവിമാരെയൊക്കെ ഇസ്രായേൽ വകവരുത്തിയിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള അവരുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ സൈനിക നടപടിയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവായുള്ള ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിടും എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റിയായിരുന്നു ലോകത്തിന് മുഴുവൻ സംസാരം. അദ്ദേഹം പല സമയങ്ങളിലായിട്ട് പല രീതിയിൽ ഒളിവിൽ പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചു വരുന്നു, ഓരോരോ പ്രസ്താവനകൾ ഇറക്കുന്നു. പക്ഷേ ഈ അവസാനം അമേരിക്ക നടത്തിയ ഈ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ അറ്റാക്കിന് ശേഷം ഖമേനിയെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അദ്ദേഹം ഒരു വീഡിയോയിലൂടെ ലോകത്തിന് മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും പരാജയപ്പെട്ടു, ഇറാൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രതിഫലിക്കുന്നത്. റോബിനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അമേരിക്ക ഇറാനുമായി ചേർന്ന് പല ഘട്ടങ്ങളിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് ഒരു ആണവ കരാറിലേക്ക് ഇറാൻ വരണമെന്നുള്ള നിർബന്ധം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാതെ പോകുന്ന ഘട്ടത്തിലും റഷ്യ ഇതിലേക്കൊന്നും കടന്നു വന്നിരുന്നില്ല. പക്ഷേ ഈ ആണവ കേന്ദ്രത്തിലെ ആക്രമണം നടത്തുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബ്ബാസ് അരഗ്ചി എന്ന് പറയുന്ന നമ്മുടെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് ചെന്ന് നേരിട്ട് പുടിനുമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം വളരെ പെട്ടെന്ന് അമേരിക്കയുടെ ആക്രമണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ നടക്കുകയും പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെങ്ങനെ സാധിച്ചു? ഈ ലോക രാജ്യങ്ങൾക്ക് ഈ ഒരു 12 ദിവസത്തെ ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ അത് പെട്ടെന്ന് നിർത്താൻ എന്തെങ്കിലും പങ്കുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ആക്രമണം ഇത്ര കടുത്ത രീതിയിൽ ഇങ്ങനെ നടക്കേണ്ട ഒരു സമയത്ത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ട ഒരു സമയത്ത് പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത് മറ്റാരുടെ പ്രേരണയിലാണോ? ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നാളും ചർച്ച ചെയ്യാത്ത ഒരു ഡയമെൻഷൻ കൂടി, ഒരു മുഖം കൂടി ഈ യുദ്ധത്തിനുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാം ഇറാൻ വളരെ കൃത്യമായിട്ട് റഷ്യയെ ആയുധം കൊടുത്ത്, ഡ്രോണുകൾ കൊടുത്ത് സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉക്രൈൻ റഷ്യ വാറിൽ.
അത് വ്യക്തമായിട്ട് നമുക്ക് പറയാം. കൃത്യമായിട്ട് അവർ തമ്മിലുള്ള ഇപ്പം ആയുധങ്ങൾ കൊടുത്ത് ഒരു യുദ്ധത്തിൽ ഒരു രാജ്യത്തെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ്. ഓർക്കുക, അമേരിക്ക ഇസ്രായേലിനെ എങ്ങനെയാണ് ആയുധം കൊടുത്ത് സഹായിക്കുന്നത് എന്നുള്ളത്. അമേരിക്കയുടെ എല്ലാ തന്ത്രപരമായ ആയുധങ്ങളും ഇസ്രായേലിന് കൊടുത്ത് സഹായിക്കുന്നുണ്ട് അമേരിക്കയുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളടക്കം നിന്നാണ് ഇസ്രായേലിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ കൈമാറുന്നതിൻ്റെ എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്ന് നമുക്കറിയാം. അതേ ഒരു ഡെപ്തിലേക്ക് ഇറാനും റഷ്യയും ആയുധം കൈമാറുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത്. കാരണം റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. നമുക്കറിയാം, ഉക്രൈനിൽ നാറ്റോയാണ് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. നാറ്റോയുടെ ആയുധങ്ങളാണ്. നാറ്റോയുടെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തമായും അതിൻ്റെ മുഖ്യ പങ്ക് അമേരിക്കൻ ആയുധങ്ങളാണ്. ഓർക്കുക, ഇസ്രായേൽ ഇറാനെതിരെ പ്രയോഗിച്ച ആയുധങ്ങൾ, നാറ്റോ ഇപ്പോൾ ഉക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ രണ്ടും ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന ആയുധങ്ങളാണ്. അപ്പോൾ ആരെയാണ് ആക്രമിച്ചത്? നമ്മൾ പറയുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഓർക്കുക, അതിനു മുൻപ് ഈ ആയുധം കൊടുത്ത് സഹായിക്കുമ്പോൾ എത്രത്തോളം ആഴത്തിലുള്ളൊരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളതെന്ന് ഓർക്കണം, റഷ്യയും ഇറാനും തമ്മിൽ. അതേ ബന്ധം ഇറാനും ഉത്തര കൊറിയയും തമ്മിലുണ്ട്. കാരണം ഇറാൻ്റെ പല ബാലിസ്റ്റിക് മിസൈലിൻ്റെ ടെക്നോളജികളടക്കം ഉത്തര കൊറിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇറാനും റഷ്യയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഇറാനും റഷ്യയും തമ്മിൽ ആളുകളെ, സൈനികരെ കൊടുത്ത് സഹായിക്കുന്ന ആ ഘട്ടത്തിലേക്ക് വരെ, എന്ന് വെച്ചാൽ അത്ര ഒരാളെ ഇപ്പം നാറ്റോയുടെ രാജ്യങ്ങളുടെ ആ ഒരു കരാർ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അവരെ ആക്രമിച്ചതായി കണ്ട് അവരെല്ലാവരും കൂടി ഈ ആക്രമിക്കപ്പെട്ട രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം, മറ്റവരെ ആക്രമിക്കണം. അതേ രീതിയിലുള്ള ഒരു കരാറിലേക്ക് ഉത്തര കൊറിയയും റഷ്യയും പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ചൈന, ഇവരുമായിട്ട് ഈ 3 ആളുകളുമായിട്ടും അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ ഈ ഒരു ചേരിയെ ആണ് ആക്രമിച്ചത്. കാരണം ഇവർക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റാണ്. ഈ റഷ്യ, ഉത്തര കൊറിയ, ചൈന ഇറാനെ ആക്രമിക്കുമ്പോൾ ഡയറക്റ്റ് ഇമ്പാക്റ്റാണ്. ഇനി നമ്മൾ നോക്കുക, ഈ യുദ്ധത്തിൽ പ്രയോഗിച്ച ആയുധങ്ങൾ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഒരു വളരെ ക്രൂഷ്യലായ ഘട്ടത്തിൽ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞു നിന്ന ഘട്ടത്തിൽ റഷ്യ പ്രയോഗിച്ച ആയുധം ഒറാഷ്നിക് എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ തീവ്രമായിട്ടുള്ള ഒരു ആയുധമാണ് റഷ്യ അവിടെ ഉക്രൈനിൽ പ്രയോഗിച്ചത്. അതോടെയാണ് ഈ നാറ്റോ സഖ്യങ്ങൾ ഒരുപാട് ആയുധങ്ങൾ കൊടുക്കും, വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ളതെല്ലാം നാറ്റോ പതിയെ പുറകോട്ട് മാറുന്ന സാഹചര്യമാണ്. കാരണം പുടിൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഒന്നും പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിവില്ല, ഇത് നിങ്ങളുടെ എല്ലാം തലയ്ക്ക് മുകളിൽ വന്ന് വീഴും എന്ന് പറഞ്ഞതോട് കൂടിയിട്ടാണ് പതിയെ നാറ്റോ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആയുധം റഷ്യ പ്രയോഗിച്ചു. തിരിച്ച് ഇവിടെ നോക്കുക, GBU-57 ഇറാൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട ബോംബ്, അമേരിക്കയുടെ ബോംബ്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ്, ആ ബോംബ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധം അമേരിക്കയ്ക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ ആയിട്ടുള്ള ആയുധമേ പിന്നെയുള്ളൂ. അത്രയ്ക്ക് പവർഫുള്ളായ ബോംബുകളാണ് കൊണ്ടുപോയിട്ട് ഇറാൻ്റെ ഈ 3 ആണവ ഫെസിലിറ്റികളുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അമേരിക്ക ഇടുന്നത്. അപ്പോൾ ഓർക്കുക, അമേരിക്കയും റഷ്യയും ഒരേപോലെ അവരുടെ ആവനാഴിയിലുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഓരോന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നോക്കുക, ഈ രണ്ട് ചേരികളും ഒരു ചേരി മറ്റേയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു, ഞങ്ങൾ ഒറാഷ്നിക് എന്ന് പറയുന്ന ബോംബ് നിങ്ങളുടെ മുകളിലിടും, കാരണം നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. ഇങ്ങേ വശത്ത് അമേരിക്ക കൃത്യമായ മുന്നറിയിപ്പ് ഇങ്ങേ ചേരിക്ക് കൊടുത്തിരിക്കുന്നു, GBU-57 അതിൻ്റെ പവർ എന്താണ്, അതെങ്ങനെയുള്ളതാണ്, നിങ്ങളുടെ മുകളിൽ കൂടെ ഞങ്ങൾക്ക് കൊണ്ടിടാൻ B-2 ബോംബറുകൾ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും അത് ഇടാൻ കഴിയും, കൃത്യമായ മെസ്സേജ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ യുദ്ധത്തെ അങ്ങനെ ഈ 2 ചേരികളെ വെച്ച് എനിക്ക് തോന്നുന്നത് കാണണമെന്ന്. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത 2 സ്ഥലങ്ങളിൽ യുദ്ധം നടന്നു കഴിഞ്ഞു. ഒന്ന്, നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് മുന്നേ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. അത് കഴിഞ്ഞ് ഈ ഒരു സ്ഥലം നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ചൈന സീ ആണ്, ചൈനയുടെ അവിടെയുള്ള കടലാണ്. അവിടെ തായ്വാനും ചൈനയും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇതുവരെ വളരെ വലിയ കടന്നുകയറ്റങ്ങൾ തായ്വാൻ്റെ മേഖലയിലേക്ക് ചൈന നടത്തുന്നുണ്ട്. അമേരിക്ക കൃത്യമായ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം ഉണ്ടായാൽ സമഗ്ര മേഖലകളും യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ കയറി അടിച്ചതുപോലും, നമ്മൾ പലപ്പോഴും ഇസ്രായേലിന് പോലും വ്യക്തമായിട്ട് ഇപ്പം ആണവായുധ ശേഷി നശിപ്പിക്കണം, ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഇറാൻ്റെ ശേഷി നശിപ്പിക്കണം, അതുപോലെ തന്നെ റെജീം ചേഞ്ച് ഉണ്ടാകണം, ഇതൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ ആവശ്യം.
പക്ഷേ ഇസ്രായേലിൻ്റെ ഈ ആവശ്യങ്ങൾ എത്രത്തോളം നിറവേറി എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം റെജീം ചേഞ്ച് നടന്നില്ല. ബാലിസ്റ്റിക് മിസൈലുകൾ പിന്നെയും ഇറാൻ വിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാം അങ്ങ് അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പ്രാവർത്തികമായിട്ടില്ല. കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതിനപ്പുറത്ത്. പക്ഷേ ഈ ആക്രമിക്കപ്പെട്ട ആൾ ഇറാൻ എന്ന് പറയുന്നത് ഒരു ചേരിയുടെ ഭാഗമാണ്, ഇസ്രായേൽ ഒരു ചേരിയുടെ ഭാഗമാണ്. വലിയൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ ഈ മേഖലയിൽ ഒരു വലിയ ആക്രമണത്തിന് മുതിരുകയും അമേരിക്കയ്ക്ക് ഇങ്ങോട്ട്, കാരണം റഷ്യ ഉക്രൈൻ വാർ സ്പിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖല മൊത്തം പടരും. അതിനുശേഷം മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് ഒരു പക്ഷേ ഇങ്ങേ വശത്ത് ചൈനയുമായിട്ടുള്ള തായ്വാൻ കടലിടുക്കിൽ തായ്വാൻ ആ ഭാഗങ്ങളിൽ ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ആയുധങ്ങളെ എത്തിക്കാൻ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു പ്രതിരോധ മിസൈലുകൾ എത്രത്തോളം അവർക്ക് ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായി, എത്രത്തോളം ബുദ്ധിമുട്ടാണ് പ്രതിരോധിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ മാക്സിമം ഇറാനെ ആക്രമിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നോ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ജോൺ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ അമേരിക്ക 15 വർഷമായിട്ട് തയ്യാറെടുത്തു എന്നാണ് ഈ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമിക്കാൻ തയ്യാറെടുത്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നമുക്ക് ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെയും ഇസ്രായേലിൻ്റെ ഓപ്പറേഷനുകളെല്ലാം മൊസാദ് എന്ന് പറയുന്ന അവരുടെ ചാര സംഘടനയുടെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പുള്ള പല പല ഓപ്പറേഷനിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യത്തിന് ഇറങ്ങിച്ചെല്ലാൻ വഴിവെട്ടുന്നത് പലപ്പോഴും മൊസാദായിരുന്നു. ആ മൊസാദിൻ്റെ ഒരു പ്രവർത്തനം ഈ അടുത്ത നാളുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ നാളുകളിൽ മൊസാദ് ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടി, ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ജോൺ നോക്കിക്കാണുന്നത്? ഓക്കെ മിസ്റ്റർ ലിയോ, നമ്മുടെ ഈ മൊസാദിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം 1949 ഈ മൊസാദ് എന്നൊരു സംഘടന തന്നെ എസ്റ്റാബ്ലിഷ് ആയതിനു മുമ്പ് ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് ആവണേക്കാൾ മുമ്പ് തന്നെ ഇസ്രായേലിൽ ഒരു ഇൻ്റലിജൻസ് സംഘടന ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൽ പറയുന്നൊരു പേരാണ് ഹഗാന എന്നായിരുന്നു അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് പിന്നെ ഇസ്രായേൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറി. പിന്നീട് മൊസാദ് എന്നൊരു സംഘടന അവർ രൂപീകരിക്കുകയാണ്. അതും അവിടുത്തെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ പേരിലാണ് അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ വ്യക്തി അന്ന് ഈ മൊസാദ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫോറിൻ അതായത് അബ്രോഡായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ കുറച്ചും കൂടിയും ഈ ഇസ്രായേലിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് മൊസാദ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതേസമയം ശരിക്കും പറഞ്ഞ ഇസ്രായേലിന് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ, പബ്ലിക്കായിട്ട് പറയുകയാണെങ്കിൽ 3 ഇൻ്റലിജൻസ് ഏജൻസിയൊക്കെ ഉണ്ടായിരുന്നു. 2 ഡൊമസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതും 1 ഇൻ്റർനാഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസിയാണ് ഈ മൊസാദ് എന്നറിയപ്പെടുന്നത്. ഡൊമസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏജൻസികളാണ് ഷിൻബത്ത്, അമാൻ, അതൊക്കെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കുറേ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഈ സക്സസ് പല ഇൻവെസ്റ്റിഗേഷനുകളിലും പല കണ്ടെത്തലുകളിലും പല എലിമിനേഷനിലും ഒക്കെ ഈ മൊസാദിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാന 1, 2, 3 കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ഒന്ന് അവരുടെ സീക്രസിയാണ്. നമുക്കറിയാം, നമ്മൾ പല ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ ഈ ടോം ക്രൂസിൻ്റെ മൂവീസ്, അതുപോലെ തന്നെ ഡാമിൻ്റെ മൂവീസ്, അതൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഈ പറയുന്ന ഈ മൊസാദ് അല്ലെങ്കിൽ CIA ഒക്കെ നടത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൊരു ഒരു ശരാശരി ഒരു പകർപ്പ് മാത്രമാണ് അതുള്ളൂ. അവർ ചെയ്യുന്ന യഥാർത്ഥത്തിൽ അവരെന്താണെന്നോ എങ്ങനെയാണെന്നോ ഈ പറയുന്ന ലോകത്തിന് അറിവില്ല. നമുക്കറിയാം, ഈ പറയുന്ന മൊസാദ് സംഘടന രൂപീകരിച്ചപ്പോൾ ആദ്യം 50 ആൾക്കാരാണ് ആ സംഘടനയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണത് നമ്പർ വർദ്ധിച്ചു. ഇപ്പോൾ നമുക്ക് അറിഞ്ഞുള്ളൂ എത്ര 1000 ആൾക്കാർ ആ സംഘടനയിൽ ഉണ്ടെന്ന് പോലും. അതന്നെ, ലോകം മുഴുവൻ ആൾക്കാരുണ്ട്. ചാര സംഘടന എന്ന് പറയുമ്പോൾ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറയുന്ന മൊസാദിൻ്റെ പ്രധാന ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരുടെ ടെക്നോളജിക്കലോ വെപ്പൺസോ അത് മാത്രമല്ല. അത് ഒരു സൈഡിലുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഹ്യൂമൻ നെറ്റ്വർക്കിംഗ് ആണ്. അതിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് പല പേരും പറയുന്നുണ്ട്. ചിലത് എന്താ പറയുക, സൈനിസ് എന്ന് പറഞ്ഞിട്ടൊരു, അതായത് ഈ ലോകത്തുള്ള സകല യഹൂദരെയും തമ്മിലായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അതുണ്ടെന്ന് അതിൻ്റെ അർത്ഥമില്ല, പക്ഷേ എനിക്ക് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ യഹൂദർ മാത്രമല്ല, കാരണം ഈ പറയുന്ന ഈ മൊസാദ് എന്ന സംഘടനയ്ക്ക് ലോകത്തുള്ള പ്രധാന വൻകിട രാഷ്ട്രങ്ങളുടെ ഇൻ്റലിജൻസ് സംഘടനയാൾ കണക്ഷൻസ് ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യൻ ഇൻ്റലിജൻസ് സംഘടന, ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ റോ ആയിട്ട് അതിന് പറയുന്ന ഇത് ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് സംഘടനയായ MI6 ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കയുടെ CIA, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സംഘടനകളായിട്ട് ഈ പറയുന്ന മൊസാദിന് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതുവഴി എങ്ങനെയാണ് ഈ ലോകത്തുള്ള നടക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്.
ഇറാനിൽ നടന്ന ഈ ഓപ്പറേഷൻസൊക്കെ ഈ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ എന്ന് മാത്രം പറയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും മറ്റു പല ഈ സംഘടനകളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ UN ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. കേരളവും അതുപോലെ തന്നെ കർണാടക ഭാഗത്തായിട്ട് ഇസ്ലാമിക് തീവ്രവാദികൾ ഈ ടെററിസ്റ്റിൻ്റെ സ്ലീപ്പർ സെൽസ് ഒക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അതിനുശേഷമാണ് ഈ NIA കുറച്ചും കൂടി അതിന് കാര്യത്തിൽ ആക്റ്റീവ് ആകുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ ഈ പറയുന്ന മൊസാദ് ഉൾപ്പെടെയുള്ള ഈ സംഘടനകളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ലോകം മുഴുവനും ഇവരുടെ ഒരു എന്താ പറയുക സർവലൻസിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഞാൻ പറയാൻ പോണത് എന്ന് പറഞ്ഞാൽ ഇവർ നടത്തിയ ഒരു നോട്ടബിളായിട്ട് കുറച്ച് ഓപ്പറേഷൻസിൻ്റെ പേരുകളാണ്. അപ്പോൾ പേരുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് അറിയാവുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്, അറിയപ്പെടാത്ത കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. കൂടുതലും പല ഓപ്പറേഷൻസും അറിയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അക്നോളജ്ഡ് ബൈ ദി കോമൺ മാൻ. കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പറയുന്ന ഹനിയ പോലെയുള്ള വലിയ ആൾക്കാർ വധിക്കപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെ അവർ ഇങ്ങനെ തട്ടിപ്പോകുമ്പോഴാണ് ഈ ലോകം അറിയുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേലാണ് അല്ലെങ്കിൽ അമേരിക്കയാണ്. നമുക്ക് പിന്നീടാണ് കാരണം എന്തുകൊണ്ടാണ് ഇത് നോട്ടബിൾ ആയിട്ടൊരു വ്യക്തിയായിരുന്നു, ലോകം കൂടെ അറിയപ്പെടുന്ന ഒരു ഹമാസിൻ്റെ ഒരു നേതാവായിരുന്നു. പക്ഷെ അതേസമയം അതല്ലാതെയുള്ള പല ഓപ്പറേഷൻസുും ഈ പറയുന്ന മൊസാദ് പുറത്തുവിടാൻ മാത്രമല്ല ലോകം അത് അറിയുന്നില്ല. അത് അറിയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ ദേ വർക്ക് ഇൻ സീക്രസി, ദേ ഹാവ് കൈൻഡ് ഓഫ് എ സ്ട്രാറ്റജി ആൻഡ് ദേ ഹാവ് എ സർവൈവൽ. ഇസ്മായിൽ ഹനിയയുടെ ഓപ്പറേഷൻ ഇതുവരെ ഇസ്രായേൽ പുറത്തു വിട്ടിട്ടില്ല, ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണം കൊടുത്തിട്ടില്ല. അത് കാരണമുണ്ട്. അതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഈ കോമൺ മാൻ അക്നോളജ് ചെയ്യാനുള്ള ഒരു എവിഡൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒരു പുറത്തുവിടില്ല. ചിലപ്പോൾ അവരായിരിക്കാം, അല്ലായിരിക്കാം, എന്ത് തന്നെ ആയാലും അവരുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഇല്ലായ്മ ചെയ്തു വിട്ടുണ്ടോ. മൊസാദാണെന്ന് അവർ ഏറ്റു പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയാണ്, ചിലപ്പോൾ അവരായിരിക്കാം, അല്ലായിരിക്കാം. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് ആണ്. ഒന്ന് നമുക്ക് പറയാം, ഏറ്റവും ആദ്യം ഇവരുടെ ഈ സംഘടന, മൊസാദ് എന്ന് പറഞ്ഞ സംഘടന ആദ്യം ഉണ്ടായത് ഞാൻ പറഞ്ഞു 1949 അപ്പോൾ അവരുടെ ഏറ്റവും നോട്ടബിൾ ആയിട്ട് ഫസ്റ്റ് വേണമെങ്കിൽ പറയാം അതാണ് ഓപ്പറേഷൻ ഫിനാലെ. നമുക്കറിയാം ഈ ജർമ്മൻ നാസി ഈ ഹിറ്റ്ലറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത അത്ര ക്രൂരമായിട്ട് യഹൂദരെയും അതുപോലെയുള്ള മറ്റു റേസിലുള്ള ആൾക്കാരെയൊക്കെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച ഹിറ്റ്ലർക്ക് കൂടെ കൂട്ടുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം അഡോൾഫ് എയ്ച്ച്മാൻ. ഇദ്ദേഹത്തെ ഈ അർജന്റീനയിൽ ഇദ്ദേഹം നാസി പടയൊക്കെ തകർന്ന് തരിപ്പണായി ഹിറ്റ്ലറിൻ്റെ ആത്മഹത്യ ഇദ്ദേഹം അർജന്റീനയിൽ പോയിട്ട് ഒളിച്ച് താമസിക്കുമ്പോൾ, ഒരു വീട്ടിൽ ഒളിച്ച് താമസിക്കുമ്പോൾ അവസാനം ഈ പറയുന്ന ഈ മൊസാദിൻ്റെ ചാരക്കണ്ണുകളൊക്കെ അവിടെ എത്തിയിട്ട് അവസാനം നമുക്ക് അതിൻ്റെ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ അറിയാം, അവസാന ബസ് ഇറങ്ങി ഇദ്ദേഹം വീട്ടിൽ പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തെ ഈ പറയുന്ന ഈ മൊസാദിൻ്റെ ചാരക്കണ്ണുകൾ പിടിച്ച് ഇസ്രായേലിൽ കൊണ്ടുപോകുന്നത്. അത് വളരെ ഒരു സ്റ്റോറി പറയാനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അത് ഒരു നോട്ടബിളായിട്ട് പോയിന്റാണ്. അവസാനം ഇദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളൊക്കെ ട്രയലിന് മുമ്പ് പറഞ്ഞു അവസാനം തൂക്കിലിരുന്ന ഒരു ഭാഗം. രണ്ടാമത്തെയാണ് ഈ പറയുന്ന എലി കോഹൻ, ഇൻഫിൽട്രേഷൻ ഓഫ് സിറിയയുടെ പല സ്ഥലങ്ങളിലൊക്കെ അതാണ് ഒരു അടുത്ത്. വേറെ സെക്യൂറിങ് ക്രൂഷ്ചേവ് സീക്രട്ട് സ്പീച്ച് എന്ന് പറഞ്ഞൊരു, അതൊക്കെ നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ അറിവ് കുറവാണ്. ഇതിനെ വെച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് പറയുമ്പോൾ കേൾക്കും, നമുക്ക് പോയിട്ട് സെർച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് വലിയൊരു കാര്യമാണ് ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ കാര്യമാണ്. മ്യൂണിക്കിൽ ജർമ്മനിയിൽ മ്യൂണിക് ഒളിമ്പിക്സിൽ ഉണ്ടായൊരു കൂട്ടക്കൊല മസാക്രയിൽ അങ്ങനെ അതിന് വാദികളായ ആൾക്കാരെ പിന്നീട് ഒരു പ്രൊലോങ്ഡ് ക്യാമ്പയിനൊക്കെ നടത്തി എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഒരു ക്യാമ്പയിനൊക്കെ നടത്തി മൊസാദിൻ്റെ ഓപ്പറേഷൻസ് നമുക്ക് നടത്തി അതിലുള്ള പ്രധാനപ്പെട്ട ഭീകരവാദികളൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് ഓപ്പറേഷൻ എൻറ്റബെ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, വലിയ ഫേമസ് ആണ്. നമുക്കറിയാം മറ്റൊരു ഉഗാണ്ടയിൽ വെച്ചിട്ട് ഒരു ഫ്രഞ്ചിൻ്റെ പ്ലെയിൻ നമുക്ക് ഹൈജാക്ട് ചെയ്യപ്പെട്ടു. അവസാനം അതിൻ്റെ ഉള്ള ഈ ഹോസ്റ്റേജസിനൊക്കെ റിലീവ് ചെയ്തൊരു 102 ഹോസ്റ്റേജസ് ഉണ്ടായിരുന്നു. അതും ഈ പറയുന്ന അത് ഇസ്രായേൽ മിലിറ്ററി ഭാഗത്തുണ്ടായിരുന്നു, അതേപോലെ മൊസാദിൻ്റെ ഓപ്പറേഷൻ അവിടെ കൂടി ഉണ്ടായിരുന്നു. അതും വലിയൊരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അടുത്ത് അസാസിനേഷൻ ഓഫ് മഹ്മൂദ് അൽ മഹ്ബോ എന്ന് പറഞ്ഞൊരു ദുബായിൽ വെച്ചിട്ട്, അതായത് ഹമാസ് അതായത് എലിമെന്റ് ടോപ്പ് ഹമാസ് കമാൻഡർ 2010 ഉണ്ടായ ഒരു കാര്യമാണ്. അത് ദുബായിൽ ഇവർ ഈ പറയുന്ന പാസ്പോർട്ട് അതുപോലെയുള്ള ഈ പറയുന്ന ടെക്നിക്കൽ ഡാറ്റകളൊക്കെ വീണ്ടും എഴുതി ചേർത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, അതിലൊക്കെ മാൽ പ്രാക്ടീസ് നടത്തിയിട്ട് കൗണ്ടറൊക്കെ അടിച്ചിട്ട് ഇവർ ഈ ദുബായിൽ ഈ പറയുന്ന മൊസാദിൻ്റെ ഏജൻസ് കയറുകയാണ്. അത് വളരെ എന്നിട്ടാണ് ഈ മനുഷ്യനെ ഈ പറയുന്ന ഹമാസിൻ്റെ കമാൻഡറെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നത്. അതൊരു മൊസാദിൻ്റെ ഒരു സ്കില്ലാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന മൊസാദ് മാത്രമായിരിക്കില്ല, അതിൻ്റെ പിന്നിൽ മറ്റു സംഘടനകളുടെ ഹെൽപ്പും തീർച്ചയായിട്ടും ഉണ്ടാവും. വേറൊരെണ്ണമാണ് ഓപ്പറേഷൻ ഓർച്ചഡ്. അതായത് സിറിയയിലെ ന്യൂക്ലിയർ റിയാക്ടർ സ്ട്രൈക്ക് 2007 സംഭവിച്ച കാര്യമാണ്. അത് ഓപ്പറേഷൻ ഓർച്ചഡ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് സിറിയയിൽ ഇങ്ങനെ, നമുക്കറിയാം ഇറാനിൽ എങ്ങനെയാണ് ഇവർക്ക് ഈ ആണവ പ്ലാന്റ് നിർമ്മിക്കുന്ന കാര്യം ഇവർക്ക് എങ്ങനെ അറിഞ്ഞു, അതുപോലെ തന്നെ സിറിയയിലും ഇവരറിഞ്ഞ് അവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് 2007 ഓപ്പറേഷൻ ഓർച്ചഡ് എന്ന് പറയുന്ന പേരിൽ. വേറാണ് സ്റ്റക്സ്നെറ്റ് സൈബർ അറ്റാക്ക് 2010 ഉണ്ടായത്. ടെറാ ന്യൂക്ലിയർ ആർക്കൈവ്. അതാണ്
ഈ അടുത്തുണ്ടായ അത് 2018 ഇറാനിലെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെയുള്ള ഒരു വാർത്ത. അത് വാർത്തതിനേക്കാൾ ഉപരി ഇവിടെ വെയർ ഹൗസിലുണ്ടായ കുറച്ച് ഡാറ്റകൾ ഇവർക്ക് എങ്ങനെയോ കിട്ടി. ഇവർക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവർ ഒരു പക്ഷേ ഈ പറയുന്ന നമ്മൾ സൈബർ അറ്റാക്ക് വഴിയോ അല്ലെങ്കിൽ അങ്ങനെ വഴി അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഡാറ്റകൾ വെച്ചിട്ട് ഇവർ മനസ്സിലാക്കി പറയുന്ന ഇറാനിൽ പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഡാറ്റകൾ CIA അതുപോലെയുള്ള ഈ പറയുന്ന അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഒരു കൈമാറിയിട്ടുണ്ടാവാം. അതിൻ്റെ ഫലമായിട്ടായിരിക്കും നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന അമേരിക്കയൊക്കെ ഒരു 15 വർഷം മുമ്പ് അതിന് ഒരുങ്ങി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ ഡാറ്റകളുണ്ട്. അപ്പോൾ ഓരോ ചലനം ഓരോ രാജ്യത്ത് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇവർക്ക് ഈ ഡാറ്റകൾ കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രധാന കാര്യം ഞാൻ പറഞ്ഞത്. ഇവരുടെ ഈ ടെക്നോളജികൾ അല്ലെങ്കിൽ സൈബർ എസ്പിയോണേജ് മാത്രമല്ല, അല്ലെങ്കിൽ മിലിറ്ററി വെപ്പൺസ് മാത്രമല്ല, ഈ നെറ്റ്വർക്കിംഗ് ആണ് ഇതിൽ ഇത് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള കാര്യം. ആ നെറ്റ്വർക്കിംഗ്, ഹിഡൻ നെറ്റ്വർക്കിംഗ്. പുറത്തൊക്കെ വളരെ മാന്യമാരായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ചിലപ്പോൾ സിനിമയിലെ കാണുന്ന പോലെ ഇവർ ഇവരുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നത് ലോകം അറിയുന്ന പോലും ഇല്ല ചില കാര്യങ്ങളൊക്കെ. വേറെ ഒരെണ്ണമാണ് 2025 ജൂൺ, അത് നമുക്ക് അറിയാവുന്നതാണ്, റൈസിംഗ് ലയൺ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെയാണ് പേജർ ബോംബ് അറ്റാക്സ് സബ് ഹെസ്ബുള്ള. അത് ലോകത്തിന് വലിയൊരു എന്താ പറയുക ഒരു അത്ഭുതമായിട്ട് മാറിയ കാര്യമാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു അത്ഭുതമായിട്ട് കാര്യമാണ്. ലോകമൊക്കെ ഇതെങ്ങനെയാണ് ഈ പറയുന്ന കമാൻഡർമാരെ അതുപോലെ തന്നെ ഈ തീവ്രവാദികളൊക്കെ പേജർ അറ്റാക്കുകളിലൂടെ ഇവരിങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പം ഈ മൊസാദ് എന്ന് പറയുമ്പോൾ ഒരു നിസാര സംഘടനയല്ല, ലോകത്തിലെ ടോപ്പ് നോച്ച് ഏറ്റവും സമുന്നത ഇൻ്റലിജൻസുകളിലെ ഒരു ഇൻ്റലിജൻസ് ആണ് ഈ പറയുന്ന മൊസാദ്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ എന്നൊരു ചെറു രാഷ്ട്രമായിട്ട് ഈ പറയുന്ന ബ്രിട്ടൻ, ഈ അമേരിക്ക, മറ്റു ജർമ്മനി, അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കാലകാലങ്ങൾ തൊട്ട് കുറച്ച് പവർഫുള്ളാണ്. അതിനെ കമ്പയർ നോക്കും ഇസ്രായേൽ ഒന്നുമല്ല. പക്ഷേ ആ ചെറിയ ഇസ്രായേൽ പോലും ഇത്രയുള്ള മൊസാദ് എന്ന് പറയുന്ന പേരിൽ ഇത്രയൊരു പവർഫുൾ സംഘടനയുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു കാലാകാലം മുതൽ ഈ യഹൂദൻ്റെ ബുദ്ധിയിലുള്ളൊരു കഴിവാണ്. നമുക്കറിയാം ഈ പഴയ നിയമത്തിൽ ഈ ജോഷയുടെ പുസ്തകത്തിലാണ് ഇവർ ചാരന്മാരയക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ചാരന്മാരയച്ചിട്ട് ഇതെങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ജെറീക്കോ പട്ടണം അന്വേഷിച്ച് തിരിച്ചു വരാണ്. എന്നിട്ട് ഈ ജെറീക്കോ പട്ടണം നശിപ്പിക്കുന്ന ഒരു ഭാഗം, അത് ഇങ്ങനെ കാഹളൊക്കെ ഊതിട്ട് നശിപ്പിക്കുന്ന ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളൂ. അന്ന് തൊട്ടേ ഈ പറയുന്ന അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന ഈ യഹൂദർക്ക് ചാരന്മാരുടെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മൊസാദ് ഉണ്ടായത് 1949 അതായത് ഇസ്രായേൽ ഉണ്ടായതിനു ശേഷമാണ്. അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന സയനിസ്റ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഇൻ്റലിജൻസ് സംഘടന ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഒരു രാജ്യത്തിന് മുമ്പ് തന്നെ ഇവർക്കൊരു സംഘടന ഉണ്ടെങ്കിൽ ഇവരുടെ ഈ കാഴ്ചപ്പാട് എത്രത്തോളം വിഷണറിയാണ് ഇവരിലെ ആൾക്കാരെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ജോൺ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക 15 വർഷത്തോളം ഒരുങ്ങിയിട്ടാണ് ഈ ഫോർദോയിലും ഇസ്ഫഹാനിലും അതോടൊപ്പം തന്നെ നത്താൻസിലൊക്കെ ആക്രമണം നടത്തിയതിനുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഏത് ഓപ്പറേഷൻ എടുത്താലും ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടി വഴിവെട്ടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ വഴിവെട്ടിപ്പോകുന്ന എവിടെയാണ് ഓപ്പറേഷൻ നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായിട്ടും സൈന്യത്തെ സഹായിക്കുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസിയായിട്ട് മൊസാദ് മാറുന്ന കാഴ്ചകളുണ്ട്. നമുക്കറിയാം പല സംഭവങ്ങളും അതിന് സാക്ഷിയാണ്. കുറേ വർഷങ്ങൾ കൊണ്ട് അവരുടെ പാരമ്പര്യം കൊണ്ട് തന്നെ അതിന് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ സ്വന്തം സ്ഥലത്ത് സുരക്ഷിതമെന്ന് കരുതിയിരുന്ന സ്വന്തം കിടപ്പറകളിൽ പോലും കടന്നു ചെന്ന് സൈന്യത്തിന് അറ്റാക്ക് നടത്താൻ പോകുന്ന രീതിയിൽ ആ ഇൻ്റലിജൻസ് സൗകര്യം ഇറാനിനുള്ളിൽ, ടെഹ്റാനിനുള്ളിൽ അത്ര അതീവ രഹസ്യ സ്വഭാവമുള്ള സ്ഥലങ്ങളിൽ പോലും ഇസ്രായേൽ സൈന്യത്തിന് പോയി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള വഴിവെട്ടി കൊടുത്ത മൊസാദാണ് നമ്മുടെ ഇപ്പോഴത്തെ സംസാര വിഷയം. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം നമുക്കറിയാം ലോകത്ത് ഒരുപാട് ശത്രുക്കളുള്ള രാജ്യമാണ്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടും അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു ചാരസംഘടന എന്ന് പറയുന്നതും. അവർക്ക് എനിക്ക് തോന്നുന്ന സ്ഥിരമായിട്ടൊരു മിത്രമോ അല്ലെങ്കിൽ സ്ഥിരമായ ശത്രുക്കളോ ഇല്ലാത്തൊരു രാജ്യം തന്നെയായിരിക്കും ഇസ്രായേൽ. ലോകം പ്രതീക്ഷിച്ചത് ഇസ്രായേൽ ഇറാൻ സംഘർഷം വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകുമെന്നാണ്. അമേരിക്കയുടെ ഇടപെടൽ, പ്രത്യേകിച്ച് മറ്റ് ലോകരാജ്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയുടെ ഇടപെടലൊക്കെ ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇസ്രായേൽ അവരുടെ ആത്യന്തികമായ പദ്ധതികൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചോ എന്നുള്ളതും അമേരിക്ക അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചോ എന്നുള്ളതും ഇറാൻ എത്രത്തോളം നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നും ഇനി വരുന്ന ദിവസങ്ങൾ മറുപടി പറയും. എന്തായാലും ലോകം യുദ്ധ മുനമ്പിൽ തന്നെയാണ്. ഗാസയിൽ ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ തുടരുമ്പോഴും
ലെബനോനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ സൈനിക നടപടികൾ തുടരുമ്പോഴും തീവ്രവാദ കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്ന, പ്രോക്സികളെ സൃഷ്ടിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേർക്ക് നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും അവസാനിക്കുമ്പോൾ, നമുക്ക് പ്രതീക്ഷിക്കാം ലോകത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന്. നിലപാട് അവസാനിക്കുന്നു. അടുത്ത വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.